Can you think of pictorial way to visualize the sequence of powers of 2, powers of 3? Here is one possible way of thinking about powers of 2. Powers of 2-ലെ സീക്വൻസിനെ നമുക്ക് പിക്ടോറിയൽ വേയിൽ വിഷ്വലൈസ് ചെയ്യാൻ കഴിയുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ പവർ ഓഫ് 2-നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പവർ ഓഫ് 2 എന്ന് വെച്ചാൽ എന്താ? പവർ ഓഫ് 2 എന്ന് വെച്ചാൽ എങ്ങനെ എഴുതുന്നതായിരുന്നു? 1 എന്ന് വെച്ചാൽ 2 raised to 0, 2 എന്ന് വെച്ചാൽ 2ന്റെ പവർ 1, 4 എന്ന് വെച്ചാൽ 2ന്റെ പവർ 2, അതായത് 2നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഇവിടെ 2നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഇവിടെ 2നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിനെ ഇവിടെ 2ന്റെ ഇവിടെ 1 പോസിബിൾ വേയിൽ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇനി പവർ ഓഫ് 3യെയും നമ്മൾ എന്ത് ചെയ്യണം? അതേപോലെ ചെയ്യണം. അപ്പോൾ പവർ ഓഫ് 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 3യുടെ പവർ 0, 3യുടെ പവർ 1, 3യുടെ പവർ 2, 3യുടെ പവർ 3 ഇങ്ങനെ വരുന്നതാണ് അല്ലേ? അതായത് 3 raised to 0 എന്ന് പറയുന്നത് ഒരു ഡോട്ട് ആയിരിക്കും. 3 raised to 1 എന്ന് വെച്ചാൽ 3യെ 1 ടൈം മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും അല്ലേ? 3 into 1 അത് 3 തന്നെ വരും. 3 raised to 2 9 ഡോട്ട് വരും. അടുത്തത് 3 into 3 into 3, 3യെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ത് വരും? 3 3s are 9, 9 into 3 27 വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ 27 വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? 9 into 3, 9 ഡോട്ട്സിൻ്റെ 3 റോ നമുക്ക് വരയ്ക്കാം. ഇനി 3 raised to 4 അതെന്ത് വരും? 3 into 3 into 3 into 3, 3യെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വരയ്ക്കാം? 3 3s are 9, 3 3s are 9, അപ്പോൾ 9 into 9, അതായത് 9 ഡോട്ട്സിൻ്റെ 9 റോയോ കോളമോ വരച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യത്തേത് 3 raised to 0 that is 1. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഏത് നമ്പറിൻ്റെ പവർ 0 ആയിട്ട് വന്നാലും അത് 1 ആയിരിക്കും. അപ്പോൾ ആദ്യത്തേത് 1. ഇനി അടുത്തത് 3യുടെ പവർ 1 ആയിട്ട് വന്നാൽ 3 ഡോട്ട്. അടുത്തത് 3യുടെ പവർ 2 ആയിട്ട് വന്നാൽ 9 ആണ്. അപ്പം 3 into 3, അപ്പം 3യുടെ 3 റോ നമ്മൾ വരയ്ക്കുന്നു. 3 into 3. ഇനി അടുത്തത് 27 ആണ്. 27 3 into 3 into 3 ആണ്. അതിനെ നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് പറഞ്ഞു? 3 into 3 9 ആണ്. ഒന്നെങ്കിൽ 3യുടെ 9 വരയ്ക്കുക, അല്ലെങ്കിൽ 9ന്റെ 3 വരയ്ക്കുക. എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3യുടെ 9 എണ്ണം വരയ്ക്കുന്നു. 1 2 3 4 5 6 7 8 9. 27നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി അടുത്തത് 3യുടെ പവർ 4 ആയിട്ട് വരുന്നത് അതെന്ത് വരും? 3 into 3 into 3 into 3 that is 81 എന്ന് വരും. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യാം? ചെറുതായിട്ട് വരയ്ക്കണമെങ്കിൽ 9 ഡോട്ട്സിൻ്റെ 9 എണ്ണം വരയ്ക്കുന്നതായിരിക്കും എളുപ്പം കേട്ടോ. 3 into 3 9, 3 into 3 9 ഇങ്ങനെ വരയ്ക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ അങ്ങനെ ചെയ്യാം. 1 2 3 4 5 6 7 8 9, 1 2 3 4 5 6 7 8 9, 1 2 3 4 5 6 7 8 9, 1 2 3 4 5 6 7 8 9, 1 2 3 4 5 6 7 8 9, 1 2 3 4 5 6 7 8 9. എത്ര എണ്ണമായി? 1 2 സോറി ഇത് വേണ്ട. 1 2 3 4 5 6. ഇനി 3 റോയും കൂടെ വരയ്ക്കണം. 1 2 3 4 5 6 7 8 9, 1 2 3 4 5 6 7 8 9, 1 2 3 4 5 6 7 8 9. 81നെ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ നിങ്ങൾ വരച്ചിട്ട് നമ്പേഴ്സിൻ്റെ താഴെ എഴുതുക. ഇത് 1, ഇത് 3, ഇത് 9, ഇത് 27, ഇത് 81. അപ്പോൾ പവർ ഓഫ് 3യെ നമുക്ക് പിക്ടോറിയൽ വേയിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം.